ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നു. സൗദി അറേബ്യയിലെ ഇറ്റാലിയൻ കമ്പനിയിൽ ജോലി ചെയ്ത ഇന്റർനാഷണൽ എമർജൻസി ഫോറത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. സർ പ്ലീസ്. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രകാശനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത, ഈ പരിപാടിക്ക് എനിക്ക് നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സൗദിയിൽ നിന്ന് ഞാനിത് എത്തിയത്. കാരണം ഒറ്റൊന്നാണ്, നമ്മുടെ കേരളത്തിലെ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന അക്ഷരങ്ങളുടെ വസന്തങ്ങളാക്കി മാറ്റുന്ന സുധീരേച്ചിയുടെ സ്നേഹവും അതോടൊപ്പം തന്നെ ബഹുമാനവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. കഭി കഭി മേരെ ദിൽ മേ എന്നുള്ള പുസ്തകം 101ാമത്തെ പുസ്തകം. എന്നോട് പാടാനാ പറയുന്നത്, അതെനിക്ക് അറിയില്ല, പ്രസംഗിക്കാനേ അറിയുള്ളൂ. കഭി കഭി തേരെ ദിൽ മേ ഖയാൽ ആയാ, അത്ര എനിക്ക് അറിയുള്ളൂ, കൂടുതൽ അറിയില്ല. നമുക്കറിയാം, ഹിന്ദി എന്ന ഭാഷ പലർക്കും നമുക്കറിയില്ല. എന്നിട്ടും നമ്മളത് ഒരു കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരുടെയും, ഏത് മനുഷ്യരുടെ ചുണ്ടുകളിലൂടെ അല്ലാതെ ഈ പാട്ട് പോകാതിരുന്നിട്ടുണ്ട് അല്ലേ? കിഷോർ കുമാർ, മുകേഷ് തുടങ്ങിയ എത്രയെത്ര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച, അതൊക്കെ നമ്മൾ പാടുന്നു അതിൻ്റെ അർത്ഥം അറിയാതെയാണ്. സുധീര മാം എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? ഹിന്ദി പഠിച്ചു, ഉറുദു പഠിച്ചു, മാത്രമല്ല ഡിഗ്രി, ഉറുദുവിൽ ഡിഗ്രി എടുത്ത് 1ാം ക്ലാസ്സോടുകൂടി പാസ്സാക്കി. ഒന്ന് കൈയടിക്കുക നിങ്ങൾ. അറിയോ നിങ്ങൾക്ക്? മാത്രമല്ല എപ്പോഴും ഗസലിൻ്റെ നമ്മളൊരു ട്രാൻസ്ലേഷൻ, നമുക്ക് ChatGPT ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ ട്രാൻസ്ലേഷൻ ആ പദത്തിൻ്റെ അർത്ഥം എഴുതലല്ല, ഗസലുകളിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അല്ലേ ഷഹനാസ്? നമുക്കറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥങ്ങളെ പിടിച്ചെടുത്തത് നമ്മളിലേക്ക് എത്തിക്കുന്നു സുധീരാമൻ. പ്രണയം അത് ഏത് മനുഷ്യരിലാണ്? മനസ്സുകൊണ്ടെങ്കിലും പ്രണയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന് മനോഹരമാക്കി നമുക്ക് തന്നിരിക്കുന്നു. ഇത് ഹിന്ദിയും നമ്മുടെ ഭാഷയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് അല്ലേ സുധീരൻ? ഒരു പാലമായിട്ടാണ് ഇത് കാണുന്നത്. വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഇന്നിവിടെ എത്തുന്നതിൽ, അഭിമാനമുണ്ട്. ഈ ഒരു പുസ്തകം, ഈ ഒരു പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഷാർജ അന്താരാഷ്ട്ര ഈ ഒരു പുസ്തകോത്സവം ഓരോ മനുഷ്യനും വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ഈ പുസ്തകോത്സവം ഓരോ മലയാളി, ഓരോരുത്തരും ലോകം മുഴുവൻ നെഞ്ചേറ്റെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ പേനകളിലൂടെ നമ്മുടെ ജീവിതം, നേരത്തെ സുധീര മാം പറഞ്ഞ പോലെ എൻ്റെതും 10-34 വർഷത്തെ പ്രവാസ ജീവിതം, അതും ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. ഇതേ ഹാളിൽ വെച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇയറിൽ അത് പ്രകാശനം ചെയ്യണം. അത് നിങ്ങളെല്ലാവരും ബ്ലെസ് ചെയ്യണം. ഒരു ജീവിതം, നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു നല്ല ഷർട്ട് പോലും എനിക്കുണ്ടായിരുന്നില്ല. എല്ലാം തന്ന പ്രവാസ ജീവിതം സൗദിയാണ് എനിക്ക് തന്ന 34 വർഷം. എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഞാൻ അവിടെ ചിലവഴിച്ചു. അത് ഞാൻ പുസ്തകത്താളിലേക്ക് എഴുതി വരുന്നു. എന്താണ് ഇനി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സുധീരമ്മ. ഞാൻ ഈ പ്രകാശനം ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായി എൻ്റെ കൈകൾ കൊണ്ടല്ല, എൻ്റെ ഹൃദയം കൊണ്ടാണ്, എൻ്റെ സ്നേഹം കൊണ്ടാണ്. താങ്ക് യു സുധീരമ്മ.